morning. Welcome to Malayalam class. ഇന്ന് നമുക്ക് LKG-യിലെ മലയാളം പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഏത് പാഠമാണ് നോക്കിയേ? പാഠം 3 തത്തയും നരിയും. നമ്മുടെ പാഠത്തിന്റെ പേര് തത്തയും നരിയും. അല്ലേ? ഈ പാഠത്തിൽ നമ്മൾ കുറേ അക്ഷരങ്ങളാണ് പഠിക്കുന്നത്. നിങ്ങൾ പഠിക്കാത്ത അക്ഷരങ്ങളാണ്. അത് കൂട്ടിയ വാക്കുകളുമാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കിയേ, അക്ഷരങ്ങളൊന്നും നോക്കണേ. ത, ഇദ്ധ, ഡ, ഇദ്ദ, ഞ. ത, ഇദ്ധ, ദ, ഇദ്ധ, ഞ. ഇങ്ങോട്ട് പറയട്ടെ. ത, ഇദ്ധ, ദ, ഇദ്ധ, ഞ. ഈ അക്ഷരങ്ങൾ എഴുതാൻ നമുക്ക് നോക്കാം. എങ്ങനെ എഴുതുന്നതന്നെ ത എഴുതുന്നത് നോക്കണേ. ഇങ്ങനെ വന്ന് ത ഇങ്ങനെ എഴുതുന്നേ. ഇങ്ങനെ രായിട്ട് നമ്മൾ പഠിച്ചതല്ലേ? ഇതുപോലെ വന്ന് ഇതുപോലെ ത ഉണ്ടോ? ഇദ്ധ ധ എഴുതുന്നത് എങ്ങനെയാ? ഇങ്ങനെ വന്ന് മേലോട്ട് വന്നിട്ട് ഇങ്ങനെ കേട്ടോ. ഇദ്ധ ഇത്ര എഴുതുന്നത് നോക്കണം കേട്ടോ. ഇങ്ങനെ വന്ന് ഇദ്ധ കേട്ടോ. അടുത്ത ദ ദ എഴുതുന്ന നോക്കിയേ. റ എഴുതുന്ന പോലെ ഇങ്ങനെ വന്നു. പിന്നെ ത്രീ എഴുതുന്ന പോലെ കേട്ടോ. ദ ദ. ഇദ്ധ റ ഇങ്ങനെ നമ്മൾ മേലോട്ട് ഇങ്ങനെ എഴുതുന്ന പോലെ കേട്ടോ. എന്നിട്ട് അതേ കൂട്ടി ഒന്നും കൂടെ ഇദ്ധ. ഇത് ഞാ റായ എഴുതി അതേന്ന് റായും എഴുതി. ഇപ്പം ഞായായി കേട്ടോ. ഒക്കെ നിങ്ങൾ പഠിച്ചതാ അല്ലേ? ത, ഇദ്ധ, ദ, ഇദ്ധ, ഞ. ഈ അക്ഷരങ്ങൾ കൂട്ടിയ വാക്കുകളൂടെ നമുക്ക് പഠിക്കാം. ത, തത്ത അല്ലേ? തത്ത എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ? നിങ്ങൾ ചിലരുടെ വീടുകളിലൊക്കെ കാണും തത്ത. ത, തത്ത. ഇദ്ധ, രഥം. എന്താ രഥം? രാജാക്കന്മാരൊക്കെ പണ്ട് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്നതാണ് രഥം. ഇതിന്റെ പടങ്ങളൊക്കെ ടീച്ചർ ടെസ്റ്റ് കാണിച്ചു തരാവേ. ത, തത്ത, ഇദ്ധ, രഥം, ദ, ദന്തം. ദന്തം എന്ന് പറഞ്ഞ എന്താ? ദന്തം എന്ന് പറഞ്ഞാൽ പല്ല്. എന്താ ദന്തം എന്ന് പറഞ്ഞ? പല്ല്. ഇദ്ധ, ധനുസ്. ധനുസ് എന്ന് പറഞ്ഞാൽ വില്ല്. ധനുസ് ഉണ്ടോ? വില്ല്. ഞാൻ നോക്കിയെന്ന നരി. നരി എന്നാ പുലി അല്ലേ? ത, തത്ത, ഇദ്ധ, രഥം, ദ, ദന്തം, ഇദ്ധ, ധനുസ്, ഞ, നരി. കേട്ടോ. ഈ പടങ്ങൾ നിങ്ങൾ നോക്കി വായിക്കാൻ പഠിക്കണം കേട്ടോ. ത, ഇദ്ധ, ദ, ഇദ്ധ, ഞ. തത്ത, രഥം, ദന്തം, ധനുസ്, നരി. നോക്കിയേ. പൂച്ചയെ കണ്ട് തത്ത പറന്നു. പൂച്ചയെ കണ്ടു തത്ത പറന്നു. പൂച്ചയെ കണ്ട് ആരാ പറഞ്ഞത്? തത്ത അല്ലേ? രാജാവ് രഥത്തിൽ കയറി. ആരാ രഥത്തിൽ കയറിയത്? രാജാവ് അല്ലേ? രാജാവ് എവിടെ കയറിയെന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പൊ എന്ത് പറയും? രഥത്തിൽ അല്ലേ? ദന്തം എന്നാൽ പല്ല്. ദന്തം എന്നാൽ എന്താ? പല്ല്. ധനുസ് എന്നാൽ എന്താ? നോക്കിയേ. വില്ല്. വില്ല്. നരിയെ കണ്ട് മാൻ ഓടി. നരിയെ കണ്ട് ആരാ ഓടിയത്? മാൻ അല്ലേ? പൂച്ചയെ കണ്ട് തത്ത പറന്നു. രാജാവ് രഥത്തിൽ കയറി. ദന്തം എന്നാൽ പല്ല്. ധനുസ് എന്നാൽ വില്ല്. നരിയെ കണ്ട് മാൻ ഓടി അല്ലേ? പൂച്ചയെ കണ്ട് ആരാ പറഞ്ഞത്? തത്ത അല്ലേ? രഥത്തിൽ കയറിയത് ആരാ? രാജാവ്. രാജാവ് രഥത്തിൽ കയറി. ദന്തം എന്നാൽ എന്താ? ദന്തം എന്നാൽ പല്ല്. ധനുസ് എന്നാൽ എന്താ? വില്ല്. നരിയെ കണ്ട് മാൻ ഓടി. നരിയെ കണ്ട് ആരാ ഓടിയത്? മാൻ അല്ലേ? ഇങ്ങോട്ട് നോക്കിയേ. ത, ഇദ്ധ, ദ, ഇദ്ധ, ഞ. തത്ത, രഥം, ദന്തം, ധനുസ്, നരി. ഇതിന്റെ പടങ്ങളൊക്കെ ടീച്ചർ ഒന്ന് ടെസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ശ്രദ്ധിക്കണം കേട്ടോ. പാഠം 3 തത്തയും നരിയും. കണ്ടോ? പടങ്ങളൊക്കെ നോക്കിക്കുക എല്ലാവരും. തത്ത, രഥം, ദന്തം
കണ്ടോ? രഥത്തിൻ്റെ ഒക്കെ പടം കണ്ടോ? ധനുസ് കണ്ടോ? ധനുസ് എന്നാൽ വില്ല് കണ്ടോ? നരി അല്ലേ? തത്ത, രഥം, ദന്തം, ധനുസ്, നരി. പൂച്ചയെ കണ്ട് തത്ത പറന്നു. രാജാവ് രഥത്തിൽ കയറി. ദന്തം എന്നാൽ പല്ല്. ധനുസ് എന്നാൽ വില്ല്. നരിയെ കണ്ട് മാൻ ഓടി അല്ലേ? കണ്ടോ? പടങ്ങളൊക്കെ നോക്കിക്കുക എല്ലാവരും. കണ്ടോ? തത്ത, രഥം, ദന്തം, ധനുസ്, നരി. നോക്കി വായിക്കാൻ അക്ഷരങ്ങൾ ത, ഇദ്ധ, ദ, ഇദ്ധ, ന. മനസ്സിലായ എല്ലാവർക്കും പഠിച്ചിത്രോ? നമുക്കൊരു കഥ പഠിക്കാം. ഒരു കഥ പറഞ്ഞു തരാം ടീച്ചർ കേട്ടോ. ഇവിടെ നോക്കണം എല്ലാവരും കേട്ടോ. ചിത്രം നോക്കി കഥ പറയാനേ. ചിത്രങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ. ഇവിടെ നോക്കിയേ. പണ്ട് ഒരു കൃഷിക്കാരന് പൊന്മുട്ടയിടുന്ന ഒരു താറാവ് ഉണ്ടായിരുന്നു. ഒരു കൃഷിക്കാരൻ എന്തിടുന്ന മുട്ടയിടുന്ന? പൊന്മുട്ട അല്ലേ? സ്വർണ്ണ മുട്ടയിടുന്ന ഒരു താറാവ് ഉണ്ടായിരുന്നു. പടം നോക്കിയാൽ എല്ലാവരും കണ്ടോ? സ്വർണ്ണ മുട്ട കണ്ടോ? അവിടെ നോക്കിയേ. ദിവസവും അത് ഓരോ പൊന്മുട്ട ഇടുമായിരുന്നു. എന്തായിരുന്നു? ദിവസവും ഒരു മുട്ട വീതം ഈ താറാവ് ഇട്ട് കൊടുക്കുമായിരുന്നു അല്ലേ? കൃഷിക്കാരൻ മുട്ട വിറ്റു വലിയ ധനികനായി. സ്വർണ്ണമുട്ട വിറ്റ് കൃഷിക്കാരന് വലിയ ധനികനായി. ഒരു ദിവസം കൃഷിക്കാരന് തോന്നി, താറാവിനെ മുറിച്ചാൽ എല്ലാ മുട്ടകളും ഒരുമിച്ച് കിട്ടുമല്ലോ. വിഡ്ഢിയായ കൃഷിക്കാരൻ ഒരു കത്തി കൊണ്ട് താറാവിൻ്റെ വയറു കീറിയത് കണ്ടോ? ഒരു മുട്ട വീതമല്ലേ താറാവ് ഇട്ട് കൊടുത്തിരുന്നേ. കൃഷിക്കാരൻ വിഡ്ഢിയായ കൃഷിക്കാരൻ എന്തോ ചെയ്തു? താറാവിനെ കൊന്നപ്പോൾ എന്താ ഓർത്തേ? അതിൻ്റെ ഒത്തിരി മുട്ട കിട്ടുമെന്നും പറഞ്ഞ് താറാവിൻ്റെ വയറ് കീറി. അപ്പോൾ എന്തു പറ്റി? കഷ്ടം. നോക്കിക്കേ, ചിത്രം നോക്കണം നിങ്ങളെ. കഷ്ടം. താറാവിൻ്റെ വയറ്റിൽ ഒരു മുട്ട മാത്രമേ കണ്ടുള്ളൂ. നോക്കിക്കേ. താറാവ് ചത്തു കിടക്കുന്നത് കണ്ട് കൃഷിക്കാരന് വളരെ ദുഃഖിതനായി. കത്തി കൊണ്ട് താറാവിൻ്റെ വയറ് കീറിയപ്പോൾ എന്തു പറ്റി? താറാവ് ചത്തുപോയി. അതിൻ്റെ വയറ്റിൽ മുട്ടയുണ്ടായിരുന്നോ? ഒരു ദിവസം ഒരു മുട്ടയല്ലേ ഇട്ട് കൊടുക്കുകയുള്ളൂ അല്ലേ? അതുകൊണ്ട് എന്തു പറ്റി? ഉള്ള മുട്ടയും കൂടെ ഇല്ലാതായി. ഇതിൻ്റെ ഗുണപാഠം എന്താ? അത്യാഗ്രഹം ആപത്താണ്. കൃഷിക്കാരൻ്റെ അത്യാഗ്രഹം കൊണ്ട് ഉള്ളതും കൂടെ നഷ്ടമായി. മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ.